ഈ നാട്ടിൽ എത്ര ആളുകൾക്ക് പടച്ചറബിനെ പറ്റി അറിയാം? അല്ലാഹു തആലയുടെ സന്ദേശം പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ അയൽക്കാർ മരണപ്പെട്ടാൽ, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന കൂട്ടുകാർ മരണപ്പെട്ടാൽ, നാളെ പരലോകത്ത് നമ്മുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് എന്റെ കൂടെ 10 കൊല്ലം ജോലി ചെയ്തിട്ട് എന്റെ അയൽക്കാരനായിട്ട് 20 കൊല്ലം ജീവിച്ചിട്ട് ഒരു തവണ പോലും പടച്ചറബിനെ പറ്റി പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, നാളെ പരലോകത്ത് എന്തു പറയും? ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ നടക്കാൻ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യനെ കണ്ടപ്പോ താഴേക്കിറങ്ങി കരയാൻ തുടങ്ങി. സ്വഹാബാക്കൾ ചോദിക്കണം, ഉമറെ, കാഫിറല്ല മനുഷ്യൻ, അദ്ദേഹം ഒരു അമുസ്ലിമായ മനുഷ്യനല്ലേ, പള്ളിയിലച്ഛനാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഈ സമയത്തും ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. എന്തിന് കരയണം? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. അള്ളാന്റെ കലാമിലെ 4 ആയത്തുകൾ ഉമറിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഒരു ദിവസം വരാനുണ്ട്, ആ മനുഷ്യനെ നിങ്ങൾ നോക്കിയോ, വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, ശരീരം ചുക്കിച്ചുളിഞ്ഞ് ഈ വാർദ്ധക്യത്തിന്റെ സമയത്തും യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല, പണിയെടുക്കാത്ത മനുഷ്യനല്ല, കഷ്ടപ്പെട്ടു പണിയെടുക്കുന്നുണ്ട്. പക്ഷെ നാളെ പരലോകത്തെത്തുമ്പോൾ ആ മനുഷ്യന്റെ പരലോകം നഷ്ടാണല്ലോ. സഹോദരന്മാരെ, ജാറത്തിങ്ങ് ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണോന് നാളെ പരലോകം കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടാണ്. ജാറത്തിൽ ചെന്നുകൊണ്ട് സ്വർണമാലകൾ എറിയുന്നവൻ നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ്. ശബരിമലയിലേക്ക് കാൽനടയായി നടന്നു പോകുമ്പോ കാലിൽ നിന്ന് നീര് വരുന്നുണ്ട്, രക്തം വരുന്നുണ്ട്, പക്ഷെ പ്രതീക്ഷയോടുകൂടി പരലോകത്ത് കിട്ടുന്നു കരുതിയിട്ടാണ് ഈ പാവപ്പെട്ടവർ ഈ പണിയെടുക്കുന്നത്. അത് തെറ്റാണെന്നൊന്ന് പറയാൻ, പരലോകം നഷ്ടമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗൗരവത്തോടുകൂടി സഹോദരന്മാരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേണമെന്നൊരു ചിന്തയോടുകൂടി നമ്മൾ ഇട്ടെറിഞ്ഞു പോയാലും, നമ്മളൊരാളും 5 പൈസ ഇതിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദീനൊന്നും പറ്റൂല. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി. നമ്മൾ നന്ദി കാണിച്ചാൽ അത് നമുക്ക് കിട്ടും. അള്ളാന്റെ മാർഗത്തിൽ 5 പൈസ ചെലവാക്കിയാൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ്, എന്തോ ഔദാര്യാണെന്ന് ആർക്കും തോന്നേണ്ടതില്ല. നമ്മളൊരു അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി ലഘുലേഖ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ വലിയ ഔദാര്യായി എന്തോ ചെയ്തു എന്ന് ആർക്കും തോന്നേണ്ടതില്ല. നമ്മൾ നാളെ മുതൽ വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ച് 1000കണക്കിന് മനുഷ്യന്മാർ തടിച്ചുകൂടി ഇസ്ലാമിലേക്ക് വന്നാലും പടച്ചോന്റെ കുതിരത്ത് കൂടാനില്ല, കുറയാനില്ല. എല്ലാരും ഇട്ടെറിഞ്ഞുപോയി, ഒന്നിനും കിട്ടാതെ, നിസ്കാരമില്ല, നോമ്പില്ല, ഉള്ള പള്ളിയൊക്കെ പൂട്ടിപ്പോയാലും പടച്ചോൻക്കൊരു നഷ്ടമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് പടച്ചോൻക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ദീനിന് ചെയ്യുന്ന ഔദാര്യാന്ന് ആർക്കും തോന്നേണ്ടതില്ല. നമ്മൾ പണിയെടുത്താൽ നമ്മുടെ ഖബറിലേക്കാണ്. അള്ളാന്റെ മാർഗത്തിൽ 5 പൈസ ചെലവാക്കിയാൽ അത് ഖബറിൽ കാണും, നാളെ പരലോകത്ത് കാണും. അതിനു വേണ്ടിയാണെന്ന ബോധ്യം വേണം.